ബീഹാറിൽ തമ്മിലടിച്ച ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളായ കോൺഗ്രസ്, വികാസ്ശീൽ ഇൻസാൻ പാർട്ടികൾക്കെതിരെ 5 സ്ഥാനാർത്ഥികളെയാണ് RJD പ്രഖ്യാപിച്ചിരിക്കുന്നത്. തേജസ്വി യാദവിന്റെ പിടിവാശിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ റാം തുറന്നടിച്ചു. RJDയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് JMMും സഖ്യത്തിൽ നിന്ന് പിന്മാറിയത്. അതേസമയം BJP നയിക്കുന്ന NDA പ്രചാരണത്തിൽ ബഹുദൂരം മുൻപിലാണെന്നാണ് വിലയിരുത്തൽ. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യത്തിൽ തമ്മിലടി തുടരുകയാണ്. അതേസമയം BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. NDA പ്രചാരണ രംഗത്ത് ബഹുദൂരം മുൻപിലായിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പരിശോധിക്കുമ്പോൾ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ബീഹാറിൽ പ്രചാരണം ചൂടുപിടിച്ചിരുന്നു. അവിടെ ആദ്യഘട്ടത്തിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കോൺഗ്രസ് വോട്ടർ അധികാർ യാത്രയിലൂടെ RJDയും കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സീറ്റ് വിഭജനവുമായി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തർക്കമൊഴിഞ്ഞ് നേരമില്ല എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. സീറ്റ് വിഭജനത്തിൽ RJD കടുംപിടുത്തത്തിലായിരുന്നു. അതായത് കോൺഗ്രസിനും മറ്റ് സഖ്യകക്ഷികൾക്കും ആദ്യം തേജസ്വി യാദവിൻ്റെ പ്രതികരണം വന്നത് മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ശക്തിയും RJDക്കുണ്ട് എന്നുള്ളതായിരുന്നു. പിന്നീട് 140-ലധികം സീറ്റുകളിൽ RJD സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. 143 സീറ്റുകളിലാണ് RJD സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 61 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം RJD കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മണ്ഡലങ്ങളിലും ഒപ്പം സഖ്യകക്ഷിയായിട്ടുള്ള വികാസ്ശീൽ ഇൻസാൻ പാർട്ടി VIP നാമനിർദ്ദേശം നൽകിയിട്ടുള്ള മണ്ഡലങ്ങളിലുമെല്ലാം RJDയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സഖ്യത്തിനുള്ളിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ പരസ്പരം മത്സരിക്കുകയും പോരടിക്കുകയും വാഗ്വാദങ്ങളിലേക്കും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കുമാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണി പോകുന്നത്. ഒപ്പം കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള മോശം പ്രകടനം, മുൻപ് സംസ്ഥാനത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസ് കഴിഞ്ഞ 20 വർഷത്തിലായി തകർന്നടിഞ്ഞ അവസ്ഥയിലാണുള്ളത് ബീഹാറിൽ. ഒപ്പം 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റേത് മോശം പ്രകടനമായിരുന്നു എന്ന് തുറന്നടിക്കുന്നത് മുന്നണിക്കുള്ളിലെ തന്നെ RJDയാണ്. അതുകൊണ്ട് 50-ൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നൽകാനാകില്ല എന്ന കടുത്ത നിലപാടാണ് RJD സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ മണ്ഡലങ്ങളിൽ RJD സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് പരസ്യമായിട്ടുള്ള വിമർശനം RJDക്കും തേജസ്വി യാദവിനുമെതിരെ ഉന്നയിക്കുന്നുണ്ട്. തേജസ്വി യാദവിൻ്റെ പിടിവാശികളാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് കുമാർ റാം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പല മണ്ഡലങ്ങളിലും തേജസ്വി യാദവ് കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താൻ നിർദ്ദേശം നൽകി. തേജസ്വി യാദവിൻ്റെ നിർദ്ദേശമില്ലാതെ RJD ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തുറന്നടിച്ചത്. കൂടാതെ JMMും നേരത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. കൂടുതൽ സീറ്റുകൾ നൽകാനാകില്ല എന്ന് തേജസ്വി യാദവ് പറഞ്ഞതോടുകൂടിയാണ് JMMും ഇന്ത്യ മുന്നണി വിട്ടിട്ടുള്ളത്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം കടുക്കും മുൻപേ തന്നെ തമ്മിലടിച്ചുകൊണ്ട് തകർന്നു പോകുന്നൊരു സ്ഥിതിയിലേക്ക് ബീഹാറിൻ്റെ മണ്ണിൽ ഇന്ത്യ മുന്നണി എത്തുന്നു. മറുവശത്ത് NDA ക്യാമ്പ് പരിശോധിക്കുമ്പോൾ ബഹുദൂരം മുന്നിലേക്ക് NDAയുടെ പ്രചാരണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. NDAയുടെ പ്രചാരണങ്ങൾക്ക് കരുത്തു പകരുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെ BJPയുടെ താരപ്രചാരകരുടെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 24-ന് ബീഹാറിലെത്തും. 12 റാലികളാണ് ബീഹാറിൽ, അതായത് ഗയ, പട്ന, നളന്ദ തുടങ്ങി വിവിധ മേഖലകളിലായി 12 റാലികളാണ് പ്രധാനമന്ത്രിക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് രാജ്യത്ത് ഏറ്റവും ജനപ്രിയമായിട്ടുള്ള നേതാവ്, ഏറ്റവും താരപ്രചാരകരുടെ പട്ടിക ഏത് പാർട്ടി എടുത്ത് പരിശോധിക്കുമ്പോഴും ആ പട്ടികയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നേതാവ് നിലവിൽ നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം 12 റാലികളാണ്, തെരഞ്ഞെടുപ്പ് റാലികളാണ് ബീഹാറിൽ നടത്തുന്നത്. NDAയുടെ പ്രചാരണം ശരിയാണ്. ബീഹാർ പിന്നാക്കാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി വികസന പ്രവർത്തനങ്ങളിലൂടെ, ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ബീഹാറിനെ മറ്റൊരു ട്രാക്കിലൂടെ കൊണ്ടുപോവുകയാണെന്ന പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് വേളകളിൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെല്ലാം തന്നെ BJPയുടെയും JDUവിൻ്റെയും LJPയുടെയും എല്ലാം തന്നെ നേതാക്കൾ വ്യക്തമാക്കുന്നു. ഏതായാലും പ്രചാരണം കൊഴുക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 122 മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിച്ചിരുന്നു. ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്ന പട്ന ഉൾപ്പെടെ 121 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായിരിക്കുകയാണ്. അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരം
അവസാന തീയതി ഇന്നലെയായിരുന്നു. അത്തരത്തിൽ പ്രചാരണം കൊഴുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നു. അതിനിടയിലാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ പരസ്പരം പോരടിച്ചും പഴിചാരിക്കൊണ്ടും നേതാക്കൾ രംഗത്ത് വരുന്നത്. രോഹിണി. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. സാക്ഷര ത്രിപുര, സുശക്ത ത്രിപുര. ത്രിപുരയിൽ ഗ്രാമീണ ഗോത്ര